ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2 പത്രോസ് 3:14 പറയും, കറയും കളങ്കവുമില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ സമാധാനത്തോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവിൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവക്കുറിപ്പാണ് ഇവിടെ പങ്കുവെക്കുന്നത്. തനിക്ക് പറ്റിയ ഇടർച്ചകൾ അനുവാചകർക്ക് ഉണ്ടാകരുത് എന്നുള്ള നിഷ്ഠയുണ്ട് അതിൻ്റെ പുറകിൽ. കറയില്ലാതെ കളങ്കമില്ലാതെ സമാധാനത്തോടെ ഉത്സാഹത്തോടെ തിരുമുമ്പിൽ വ്യാപരിക്കാനുള്ള കൊതി. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, പത്രോസ് എന്ന അനുഗ്രഹീതമായ ആദ്യമാർപ്പാപ്പയുടെ ജീവിതത്തിൻ്റെ ഇടർച്ചാവടികളെ ഒന്ന് കണ്ടെത്താനും അവിടെ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് കരുത്തേകണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഇടർച്ചകളിലൂടെയും വഴിമാറലിലൂടെയും ഒക്കെ കടന്നു പോകും. ഈ വഴിമാറലുകൾക്കൊക്കെ ചില പൊതു സ്വഭാവങ്ങളുണ്ട്. ഇടറിപ്പോയ ജീവിതങ്ങളെ നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയും വിധി വിമർശനങ്ങൾക്ക് അവരെ വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പം അവരിൽ ചില പൊതു സവിശേഷതകൾ കാണാൻ പറ്റും. അതിൻ്റെ ചില സൂചനകളാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മളൊന്ന് പെറുക്കിയെടുക്കുന്നത്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആദ്യ ഭാഗം ഒരു കുടുംബ ജീവിതക്കാരൻ, വല്ലാണ്ട് ജീവിതത്തിൽ എടുത്തുചാട്ടമുള്ളവൻ, ഒരു മീൻപിടുത്തക്കാരൻ. അങ്ങനെ ഒരു വളരെ ലളിത സുന്ദരമെന്ന് വിളിക്കാവുന്ന ഒരു ജീവിതം. രണ്ടാമത്തെ ഒരു തലം ക്രിസ്തുവിനോട് കൂടെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത വലിയ അത്ഭുത കാഴ്ചകളുമായിട്ട് കടന്നു പോകുന്ന, ഇങ്ങനെ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും ഒരു ദൈവമനുഷ്യനെ കൂടെ ആയിരിക്കുന്ന, ദൈവമനുഷ്യൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു പത്രോസ്. ഈ രണ്ടു തലങ്ങളിലുമുള്ള പത്രോസിൻ്റെ ജീവിതത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പത്രോസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ സാധാരണമായ നിലവാരമുള്ള പ്രത്യേകതയുള്ള ഒരു ജീവിതം, നമ്മുടെ ഒരു പച്ച മനുഷ്യൻ്റെ ജീവിതം. രണ്ടാമത്തേത് കുറേയും കൂടെ ആത്മീയതയുടെ ഇടങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ മാന്യൻ എന്ന വാക്കിൻ്റെ നിർവചനം. ജീവിതത്തിൽ ഏറ്റവും കുറച്ചാളുകളെ ഉപദ്രവിക്കുന്നവൻ, ശല്യപ്പെടുത്തുന്നവൻ മാന്യൻ. ഇനി കൂടെ നടക്കുന്നവനൊക്കെ താൻ വലുതാണെന്ന ബോധ്യം കൊടുക്കുന്നവൻ മാന്യൻ. ഇത്ര ലളിത സുന്ദരമാണ് നിർവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പത്രോസിനെ വേണമെങ്കിൽ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗത്തെ ഒരു മാന്യനിണങ്ങുന്ന ജീവിതശൈലി എന്നൊക്കെ വിളിക്കാമെങ്കിൽ, ഈ പത്രോസ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്തിട്ട് ഇടയ്ക്കെപ്പോഴൊക്കെയോ ഇടർച്ചയിലേക്ക് പോയതിൻ്റെ സൂചകങ്ങളെ കൂടെ നമ്മൾ തിരിച്ചറിയുമ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മാന്യതയുടെ മാനോഭാവത്തിൽ നിന്ന് മാറുന്നതിൻ്റെ കാരണങ്ങളെ നമുക്ക് വ്യക്തതയോടുകൂടി ഇട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കണമെങ്കിൽ പത്രോസിൻ്റെ വീഴ്ചയുടെ ഒന്നാമത്തെ കാരണം അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം. ഞാനൊന്നും വീടില്ലെന്നും ഇടർച്ച എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്നും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് അസാമാന്യമായ കരുത്തുണ്ടെന്നുമൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു അപകട ശൈലി ഈ കാലത്തിൻ്റേതുമാണ്. വിടവൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളെ കൃത്യതയോടുകൂടിയിട്ട് ഇടവിടർത്തിയൊന്ന് നമ്മൾ വായിച്ചെടുത്താൽ, ധ്യാനമാക്കിയാൽ അതിൻ്റെ പുറകിൽ ഇതുണ്ട്: അമിതമായ ആത്മവിശ്വാസം. ചെറുപ്പക്കാരൻ്റെ ജീവിതം മുഴുവനും ഇതിനെ ചുറ്റിപ്പറ്റിയ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകളെ അവജ്ഞയോടെയല്ലാതെ, അവഹേളിക്കുന്ന ഭാവത്തോടെയല്ലാതെ ഒരിക്കലും കാണാത്ത ചില ജീവിതങ്ങൾ. മോൻ്റെ ജീവിതത്തിന് അമ്മ എന്നും പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തൽ കൊടുക്കാറുണ്ട്: മോനെ, ഈ രൂപത്തിലും ഈ ഭാവത്തിലും നീ യാത്ര ചെയ്യണത് അപകടകരമാണ്. കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയിട്ടവൻ ആദ്യത്തെ അവധിക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ ഭാവ വ്യത്യാസങ്ങളെ അമ്മ നന്നായി ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ അവധിക്ക് അവൻ്റെ തരപ്പിടികളെന്ന് കരുതുന്ന അവൻ്റേതുപോലെടുത്ത ചില ഭാവങ്ങളുള്ള, നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്ത ചില രീതികളൊക്കെയുള്ള ഒരു പറ്റം കൂട്ടുകാരോടൊപ്പം വന്ന് മൂന്നാമത്തെ അവധിക്ക് അവന് വീട്ടിലെത്താനായിട്ട്
ഇടയായില്ല. അതിനു മുമ്പേ അവനെ കഞ്ചാവ് കടത്തിയതിൻ്റെ പേരിൽ പോലീസ് പിടികൂടുകയാണ്. വളരെ കൃത്യതയോടുകൂടിയിട്ട് ഈ അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ ആ കരുത്തിൽ ജീവിക്കുന്നവരോട് തമ്പുരാൻ ഓർമ്മപ്പെടുത്തും. 1 കൊറിന്തോസ് 4:7 പറയുന്നില്ലേ, സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്കെന്തുണ്ട്, എല്ലാം ദാനമായിരിക്കും. 2 കൊറിന്തോസ് 12:9 പറയും, എല്ലാം കൃപയാണെന്ന്. ഈ 2 ആത്മീയ വിചാരങ്ങളും അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ മേഖലയിലേക്കുള്ള ഒരു കൃത്യമായ സൂചകമാണ്, തിരുത്താൻ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത്, പത്രോസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠം ഉപദേശങ്ങളെയും ഓർമ്മപ്പെടുത്തലുകളെയും അവഗണിച്ചു. നീ എന്നെ തള്ളിപ്പറയുമെന്നുള്ള ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ കൃത്യമായിട്ടും ജെറുസലേമിൻ്റെ പ്രയാണത്തിൽ തമ്പുരാന് തടസ്സമായി മാറിയപ്പം നീ സാത്താൻ്റെ ഭാവങ്ങളെ ഇന്ന് പേറുന്നവനാണ് എന്ന് പറഞ്ഞു കൊടുത്തത്, ഇതെല്ലാം ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിലൂടെ നഷ്ടപ്പെടുത്തിയ പത്രോസിൻ്റെ ജീവിതം ഇടർച്ചയ്ക്കു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ ഉപദേശം കൊടുക്കുന്നവനെ പുച്ഛിക്കാനും വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതെടുക്കാനും, അതൊക്കെ തൊഴിലില്ലാത്തവനും ഈ കാലത്തിൻ്റെ മർമ്മം അറിയാത്തവനും കാണിക്കുന്ന മണ്ടത്തരമാണെന്ന് പറയുന്നവനും ഒക്കെ ജീവിതത്തിൽ പിന്നീട് ഇടറിയപ്പം ഇത് നേർക്കാഴ്ചയായിട്ട് കൺമുൻപിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലപ്പം ആളുകൾക്കത് ആ കാലത്ത് മനസ്സിലാവില്ല. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെ പറ്റിയിട്ട് അപ്പനിങ്ങനെ വല്ലാണ്ട് പറഞ്ഞപ്പം ഒരു മോൻ അപ്പനോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ്, അപ്പൻ്റെ മേത്ത് ഇത് വെച്ച് കെട്ടിയതാണെങ്കിൽ ഞങ്ങളിത് ഉള്ളിലിട്ടിട്ട് വന്നവരാന്ന്. വളരെ സുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് പറഞ്ഞത്. അപ്പൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഒരു 50-ാമത്തെ വയസ്സിലാണെങ്കിൽ ഞാൻ ഉണ്ടാകും മുമ്പേ ഇത് ഉപയോഗിച്ച് പഠിച്ചവൻ എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് ഉപദേശങ്ങളൊന്നും വേണ്ടത്ര. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയുടെ പിന്നാമ്പുറത്ത് ഈ ഉപദേശങ്ങൾക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തതിൻ്റെ അപകടമുണ്ട് എന്നറിയണം. പത്രത്താളുകളിലൊക്കെ പടം വരുന്ന ഒരുപാട് മക്കളുടെ ജീവിതത്തെ വെറുതെ ഒന്ന് മറിച്ചു നോക്കാൻ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നല്ല അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഉപദേശങ്ങളെ അവഗണിച്ചതിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. പത്രോസിൻ്റെ ഇടർച്ചയുടെ 3-ാമത്തെ ഒരു പാഠം, നൊമ്പര നെറുകയിലും ഉറക്കത്തെ, സ്വന്തം സുഖത്തെ അവൻ നന്നായിട്ട് കൊണ്ടു നടന്നു. ഗത്സമനിയാണ് അനുഭവം. ഗത്സമനിയിൽ തമ്പുരാൻ ഇങ്ങനെ ചങ്കുപൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പോലും തെല്ലകല മാറിയിട്ട് ആ വിയർപ്പ് കണങ്ങളും രക്തക്കണങ്ങളും ആ സങ്കടത്തിൻ്റെ വിലാപത്തിൻ്റെ സ്വരവുമൊക്കെ കേൾക്കാതെ സുന്ദരമായിട്ട് ഉറങ്ങുന്ന അനുഭവം. ഈ ഗത്സമനിയിൽ തമ്പുരാൻ്റെ അരികിൽ ഒരു മാലാഖ വന്നിരുന്നു എന്നൊക്കെ വായിച്ച കുറിപ്പൻ്റെ മനസ്സിലുണ്ട്. ആ മാലാഖയ്ക്ക് ഔസേപ്പിതാവിൻ്റെ മുഖമുണ്ടത്രേ. മാലാഖയപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാലാഖ ഈശോയെ താങ്ങിപ്പിടിച്ച ഒരു ചിത്രമൊക്കെ വരച്ചൊരു കലാകാരൻ മാലാഖയപ്പൻ എന്നതിന് അടിക്കുറിപ്പ് കൂടെ കൊടുത്തു. നോക്കിക്കേ, ഒപ്പമുണ്ടാകാം എന്ന് ഉറപ്പുള്ള 3 പേരെ കൂട്ടിയിട്ടാണ് ഗത്സമനിയുടെ ആ അനുഭവത്തിലേക്ക് ക്രിസ്തു കടന്നു ചെന്നത്. അവിടെ അവരിൽ നേതാവ് തന്നെ ആദ്യം സൗകര്യപ്രദമായിട്ട് ഒരു ഉറക്കത്തിന് പറ്റുന്ന സെറ്റ് ക്രിയേറ്റ് ചെയ്തു. അത്രയ്ക്കു ലാഘവത്തോടു കൂടിയിട്ട് കടന്നു പോകുന്ന ഈ നൊമ്പര നെറുകയിൽ പോലും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് ഭാരപ്പെട്ട മനസ്സും ശരീരവും ശരീരത്തിൻ്റെ ഭാവങ്ങളും. ഇത് ഈ കാലത്തിൻ്റെ പ്രത്യേകത. സങ്കടത്തോടു കൂടിയിട്ടേ പറയാൻ പറ്റും. ഏറെ പ്രിയമുള്ളവരും ഏറെ അടുപ്പമുള്ളവരും ഇത്തരം നേർക്കാഴ്ചകൾ കാണുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റും. അപ്പനും അമ്മയും പ്രിയപ്പെട്ടവരുമൊക്കെ മരിച്ചുവെന്നറിയുമ്പോൾ പോലും അത് വല്ലാണ്ടൊന്നും മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. അത്രയ്ക്ക് വികലമാക്കപ്പെട്ട ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പം പത്രോസിൻ്റെ വീഴ്ചയുടെ കാരണം നമ്മുടേതുമാണ് എന്ന് മറക്കാതിരിക്കും. 4-ാമത്തെ ഒരു കാരണം പത്രോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആയുധമല്ല, ക്രിസ്തുവിനെ ആയുധമാക്കണം എന്നതാണ്. ഈ കാലത്തിൻ്റെ ആയുധങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അത് മൂർച്ച നഷ്ടപ്പെടാം, അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാം. അതൊരു പക്ഷേ നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നിന്നെ ആളുകൾ വരിഞ്ഞു മുറുക്കിയേക്കാം. പണ്ടാരോ പറഞ്ഞ പോലെ എല്ലാ 8 അടവും അല്ലെങ്കിൽ 18 അടവും പഠിച്ചിട്ടായിരിക്കണേ, പക്ഷേ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ ഈ അഭ്യാസങ്ങളൊക്കെ കാട്ടാൻ എന്ന് പറഞ്ഞതുപോലെ
ക്രിസ്തുവിശ്വാസി, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവൻ്റെ ആയുധം എന്താ എന്ന് എഫേസ്യസ് ലേഖനം 4:16 വചനം പറയുന്നുണ്ട്. അവിടെ ക്രിസ്തു പഠിപ്പിക്കുന്ന ആയുധങ്ങളെ ഉപയോഗപ്പെടുത്തണം. വചനവും വിശ്വാസവും അങ്ങനെ ആത്മീയതയുമൊക്കെയാണ് ഒരുവൻ്റെ ആയുധമെന്ന് മറന്നിട്ട് പത്രോസ് അവൻ്റെ കയ്യിലുള്ള ആയുധത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ അതിജീവനത്തിൻ്റെ സാധ്യതയെ തിരയുമ്പം വാൾ ഉറയിലിടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ക്രിസ്തു പറഞ്ഞ മറുപടി. എഫേസ്യസ് ലേഖനം 4:16 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കാൻ തയ്യാറാവണം. തിന്മയുടെ ദിനത്തിൽ ചെറുത്തുനിൽപ്പിന് അത് സഹായകമാകും. വീണ്ടും വചനം പറയാണ്, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള പാദരക്ഷകളൊക്കെ ധരിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ക്രിസ്തു വിഭാവനം ചെയ്ത ഈ ആയുധങ്ങൾ പടച്ചട്ടയായിട്ടും കൃത്യമായിട്ടും ഉപയോഗത്തിനിണങ്ങുന്ന വിധവും ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ വലിയ മാറ്റത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാവും. വീണ്ടും 5ാമത്തെ കാര്യം, വീഴ്ചയുടെ സാധ്യതകളെ ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിക്കണം. പത്രോസിൻ്റെ അപകടത്തിൻ്റെ പുറകിലെ മറ്റൊരു 5ാമത്തെ കാരണമായിട്ട് നിലകൊള്ളുന്നത് വീഴ്ചയെ മാറ്റുന്ന അല്ലെങ്കിൽ അതിനുതകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നടക്കാൻ തയ്യാറാണ്. ഇന്ന് പല ആളുകളും തയ്യാറല്ല. എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല, എന്നെയൊന്നും ആർക്കും അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല. അവിടെയാണ് വിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടത്. വീഴ്ചയുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞിട്ട് മുൻപേ മലയാളിക്കില്ലാത്ത ഒരു മനസ്സെന്നൊക്കെ വിളിക്കാം. നമ്മളുടെ കാലത്ത് എല്ലാ വർഷവും ജൂൺ മാസത്തിലും അടവയും ജൂലൈ മാസത്തിൽ പത്രത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തയൊന്നെടുത്ത് നോക്കിയാൽ മതി. ഓടയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകി സാംക്രമിക രോഗങ്ങളുണ്ടാവും. ഇവിടെ നമ്മുടെ ഒരു മനഃശാസ്ത്രത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രത്യേകതയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. എത്ര തന്ത്രപരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ കൂടി ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഇരുളാകുമ്പം അയൽവക്കത്തുകാരൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് നമ്മൾ ഇടുന്നത്. അതേ മനസ്സ് അവനും സൂക്ഷിക്കുന്നത് കൊണ്ട് കാര്യമായൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അവനിട്ട വേസ്റ്റ് നമ്മുടെ പറമ്പിലും നമ്മളിട്ടത് അവൻ്റെ പറമ്പിലും, അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പത്രോസിനോട് കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു ഈ തീകായലുകളും പെൺ സൗഹൃദങ്ങളും. അവിടെയാണ് പത്രോസ് ഇടറി എന്നൊക്കെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം അകത്ത് ഏറെ വേദനയിലൂടെ കടന്നു പോകുമ്പം ഗത്സമനിയിലെ സമാന അനുഭവത്തെക്കാൾ ഏറെ ആഴമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം ഗത്സമനിയിൽ ജീവിച്ച അതേ മനസ്സോടെ പത്രോസ് തീകായാനും ആ പെണ്ണിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ വല്ലാണ്ടൊന്ന് ഇടർച്ചയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും സന്നദ്ധമാകും. തീയുടെ മുമ്പിലും പെണ്ണിൻ്റെ മുമ്പിലും തള്ളിപ്പറഞ്ഞ അനുഗ്രഹത്തോടു കൂടിയിട്ട് ക്രിസ്തു ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റി നിർത്താൻ സന്നദ്ധമായ പത്രോസ് എത്തി നിൽക്കുന്നത് അവസാനം പരിശുദ്ധി അമ്മയാകുന്ന മറ്റൊരു സ്ത്രീയുടെ കൂടെയും പന്തക്കുസ്ത എന്ന് പറയുന്ന ആ ഒരു അഗ്നി സ്നാനത്തിൻ്റെ അനുഭവത്തിലും ആണ്. നമ്മളോടും നമ്പരാൻ കർത്താവൻ എന്ന് പറയാനുള്ളത്, കറയും കളങ്കവുമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാപരിക്കാൻ കഴിയണമെങ്കിൽ പത്രോസിൻ്റെ ഇടർച്ചകളെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം. പത്രോസ് ഈ സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞെങ്കിൽ പരിശുദ്ധ അമ്മ എന്ന സ്ത്രീയുടെ സാന്നിധ്യത്തിൻ്റെ ചിറക് വിരിച്ച തണലിൻ കീഴിലിരുന്നു കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ പുതിയ മനുഷ്യനായിട്ട് മാറുന്നത്, രക്തസാക്ഷിയാകാൻ സന്നദ്ധനാകുന്നത്. ഇതാണ് നമ്മുടെയും വിളി, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം. നമ്മൾ പലപ്പോഴും വേറെന്തൊക്കെയോ ആണെന്ന് തെറ്റിദ്ധരിച്ച് കടന്നു പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ചുവടിൻ്റെ പുറകിലും ഒരു ശ്രദ്ധയുണ്ടാവണം. ഓരോ തീരുമാനത്തിൻ്റെ പുറകിലും ഒരു തമ്പുരാൻ്റെ കരുതൽ, അതിനു വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിക്കണം. ഇന്ന് നമ്മൾ ഇതിനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ വല്ലാണ്ട് വ്യഗ്രതയോടുകൂടിയിട്ട് ഓടിക്കടന്നു പോകുമ്പം പത്രോസ് നമ്മളോട് പറയും, എൻ്റെ ജീവിതത്തിലെ ഈ ഇടർച്ചയുടെയും പതനത്തിൻ്റെയും പുറകിലെ കാരണം നിൻ്റെയുമാകാം. അത് പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയ വിചാരമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റി നിർത്തേണ്ടതില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ തലങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും മങ്ങിയും മറഞ്ഞുമൊക്കെ കടന്നു വരുന്നുണ്ടാവും. അടർന്നു തിരിച്ചറിഞ്ഞാൽ നമുക്ക് മാറ്റത്തിനുള്ള വലിയ സാധ്യതകളിലേക്കൊന്ന് മാറാൻ പറ്റും. എന്നെ അത്ഭുതപ്പെടുത്തിയ ചില മനുഷ്യരൊക്കെയുണ്ട്. ജീവിതത്തിലൊരു കുറവ് വന്നു എന്നറിയുമ്പം
ഇടർച്ചയുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പം ഒരു മടിയും കൂടാതെ എത്ര ലാളിത്യത്തോട് കൂടിയിട്ടാണെന്നോ അത് തിരുത്താൻ തയ്യാറാവുന്നത്. ആ തിരുത്താൻ തയ്യാറാകുന്ന ആ മനോഭാവം തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൊടുത്തതേ ഉള്ളൊരു സഹോദരന് ഇങ്ങനെ ബിസിനസ് മേഖലയിൽ ജീവിച്ചാൽ അത് അപകടം കാണുന്നുണ്ട്. എടുത്ത് വായിച്ചു, അച്ഛാ എന്നാ ചെയ്യേണ്ട അച്ഛാ, എന്തും ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞു. ഒരു പേപ്പറും പേനയും ഒക്കെയായി വന്നിരുന്ന് ഈ പറയുന്ന കാര്യങ്ങളെ ഏറെ കൗതുകത്തോട് കൂടിയിട്ട് എഴുതിയെടുക്കുകയാണ്. നല്ല ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു മനഃശാസ്ത്രത്തോട് ബന്ധപ്പെടുത്തിയ ഒരു വ്യക്തി തൻ്റെ ജീവിതം ഒരു ഇടർച്ചയിലെത്തിയപ്പം കൗൺസിലിംഗ് ശുശ്രൂഷയുടെ ഇടയിൽ വന്നിട്ട് പറയുകയാണ്, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ചില നിർദ്ദേശങ്ങളൊക്കെ തരണം. സൈക്കോളജിസ്റ്റാണ്. അത്ര ആഴമുള്ള മനഃശാസ്ത്ര പഠനങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടെ ഈ ആത്മീയതയെ ചേർത്ത് വെച്ചുകൊണ്ട് ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ കൊടുത്തപ്പം വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുകയും അതിനകത്തെ പ്രത്യേകതകളെ ഒന്നൊന്നായിട്ട് വിടർത്തി ചോദിക്കുകയും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താനായിട്ട് 100 150% സന്നദ്ധമാണെന്ന് ഒന്നല്ല 1000 തവണ ആവർത്തിച്ച് പറയുകയും ചെയ്ത ജീവിതം അത്ഭുതപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷയുടെ വേദിയിൽ കയറി നിൽക്കുമ്പം ആദ്യത്തെ ബെഞ്ചേ വന്നിരുന്നിട്ട് എല്ലാം കുറിച്ചെടുക്കുന്നു. ഏറെ ശ്രദ്ധയോടുകൂടിയിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സുണ്ടാക്കുന്നു. ഇതാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതും. ഒരു കണ്ണീർ ചാലായിട്ട് തൻ്റെ ജീവിതത്തിൽ ഈ കവിൾത്തടങ്ങൾ മാറിയെന്നൊക്കെ പറയില്ലേ. കാരണം എന്തെന്നാ, ഈ തിരിച്ചറിവിലേക്ക് എത്തിയ പത്രോസ്, ഈ ബോധ്യത്തിൻ്റെ നിറവിലെത്തിയ പത്രോസ് ഒരത്ഭുതത്തിൻ്റെ മനുഷ്യനായി, ആദ്യത്തെ മാർപ്പാപ്പയായി. നമുക്കൊക്കെ ജീവിതത്തിൽ ഈ താഴെത്തട്ടിൽ നിന്നും ഔന്നത്യത്തിൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ പത്രോസിനെ പോലെ നല്ലൊരു മാതൃക, അത്രയ്ക്ക് സുന്ദരമായിട്ട് അനുകരണാർഹമായ ഒരു ജീവിതം വചനത്തിൽ വേറെ കണ്ടെത്താൻ പറ്റില്ല. ഒരു മീൻപിടുത്തക്കാരൻ സഭയുടെ നേതൃത്വത്തിൻ്റെ നെറുകയിലെത്തിയെങ്കിൽ നാം അതിലുമൊക്കെ എത്രയോ നിലവാരമുള്ളവരാ. നമുക്കും ശ്രദ്ധിക്കാം, നമുക്കും തിരുത്താം. ജീവിതത്തിലെ ചില അഹന്തകളെ വെടിയാൻ, ഉപദേശങ്ങൾക്ക് മുമ്പിൽ കാതടയ്ക്കാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടർച്ച സംഭവിക്കുന്നില്ല എന്ന ചിന്തയിൽ നിന്നൊക്കെ മാറാൻ, കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ, സാഹചര്യങ്ങൾ എന്നെ അപകടപ്പെടുത്തുമെന്നുള്ള മുന്നറിവോടെ ജീവിക്കാൻ. അതാണ് യെശയ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുക. തമ്പുരാനോട് ചേർന്ന് കഴിയുമ്പം ഇതാണ് വഴി, ഇതിലെ പോവുക എന്ന് കൃത്യമായിട്ട് കാതിൽ മന്ത്രിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം, കാതോർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയുടെ വഴികൾ ഞങ്ങളുടെ വഴികളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ഇടറാൻ അനുവദിക്കല്ലേ, വഴിമാറലുകൾക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ. കർത്താവേ, കരുണയോടെ ഞങ്ങളെ കാക്കണേ, കൃപയോടെ ഞങ്ങളെ നോക്കണേ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇടറാതെ പതറാതെ തീരമെത്തുവോളം സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകാൻ മാലാഖമാരെ, സ്വർഗവാസികളെ നിങ്ങളുടെ മാധ്യസ്ഥവും തേടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.